എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സാണ്. ബ്രെഡും മുട്ടയും ഉരുളക്കിഴങ്ങാണ് നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം, എന്നാലേ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ എല്ലാതും ഒന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. ഇനി ഒരു വലിയ സബോള ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ സബോളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് 1-2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സമയം കൊണ്ട് ഞാൻ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാതും ഞാനിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 സൈഡും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കണം. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് ബ്രെഡിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ബ്രെഡിൻ്റെ നടുവിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്